Hi dear friends, Assalamualaikum. Namaskaram. ഇന്നത്തെ വീഡിയോ ഒരു മിക്സ്ഡ് വ്ലോഗാണ്. ഷോപ്പിംഗ്, കുക്കിംഗ്, ക്ലീനിങ്, പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിലൊരു അടിപൊളി സ്വീറ്റ് നാനിൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് വീഡിയോ കണ്ടു നോക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴും ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും. അതും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്വീറ്റ് നാനിന് വേണ്ടിയിട്ടുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 5 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2.5 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പച്ചവെള്ളത്തിലൊന്ന് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിന് മുകളിൽ കുറച്ച് നെയ്യും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കുകയാണ്. ഇനി ഇതൊരു അരമണിക്കൂർ നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇനി നമുക്കിതിലേക്കൊരു ഫില്ലിങ് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്. ബദാം ഇതാ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ബദാം ക്രഷ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് ഡെസിഗേറ്റഡ് കോക്കനട്ട് ഇതാ ഇത്രയും ചേർത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര, അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഏലക്കായ പൊടിച്ചത്, പിന്നെ ചെറി ഇതാ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മധുരമൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഡെസിഗേറ്റഡ് കോക്കനട്ടിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ നമ്മൾ തേങ്ങ ചിരകിയവും ചേർക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറി ഇതാ ഇതുപോലെ അരച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഫില്ലിംഗ് ഒന്ന് ജ്യൂസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളുടെ സ്വീറ്റ് നാനിലേക്കുള്ള ഫില്ലിംഗ് റെഡിയായി. ഇനി നമുക്ക് സ്വീറ്റ് നാൻ റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവിൽ നിന്നും വലിയ ബോൾസ് ആക്കി എടുക്കുക. ഇതാ ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൈദപ്പൊടി ഇട്ടിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇത്രയും തിക്നെസ്സിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിനുള്ളിൽ നമ്മൾ നീളത്തിലിതായി ഇങ്ങനെ ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കണം. നമ്മൾ ചിക്കൻ റോളിനൊക്കെ ചെയ്യുന്നത് പോലെ. എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഇതാ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ പൊറാട്ടയൊക്കെ റോൾ ചെയ്തെടുക്കുമല്ലോ, അതുപോലെ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് അത് വീണ്ടും ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ എനിക്ക് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ അവർക്കൊരു ചാനലുണ്ട്, ആർ ഓഷ്യൻസ് വേൾഡ് എന്ന് പറയുന്ന. അപ്പോൾ അതിൽ അവർ ഈ ഒരു റെസിപ്പിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു, ഇഷ്ടമാവോ നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ചെറിയൊരു വ്യത്യാസം വരുത്തിയത്, ഞാനിതിൽ ചെറി അരച്ചിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരതിലങ്ങനെ ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. ഇനി ഇത് നമുക്ക് ചുട്ടെടുത്ത് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പാനിൽ നെയ്യാണ് കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്.
ഇനി ഇതിന് മുകളിലും കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമ്മൾ നോർമൽ പൊറാട്ടയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ചുട്ടെടുത്ത് തുടങ്ങാം. ഇവിടെ ഇതാ ബാക്കിയുള്ളത് ഷേയ് പരത്തിയെടുക്കുന്നുണ്ട്. ഷേസയും പരത്തിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷേസയ്ക്കും അത് ഒന്ന് പരത്തി നോക്കണം എന്ന് പറഞ്ഞിട്ട് അവളും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ സ്വീറ്റ് നാൻ അല്ലെങ്കിൽ സ്വീറ്റ് പൊറാട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി പരത്തി വെച്ചതും കൂടെ ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. കുട്ടികളതാ കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അവർ ഗ്രൗണ്ടിലേക്ക് ഫുട്ബോളൊക്കെ കളിക്കാൻ പോക്കുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഇതാ അസ്കർ ഖാൻ്റെ വലിയ ബ്രദറും മുന്നത്താത്തയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അവരും ഇവിടെ പോയി വരികയാണ്. അപ്പോൾ ആ സമയം ഇവിടെയും കൂടെ കയറിയതാണ്. അപ്പോൾ കുട്ടികൾ ഫുട്ബോളൊക്കെ കളിച്ച് കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് നല്ല ക്ഷീണമായിരിക്കും കേട്ടോ. അവർ സൈക്കിളിലാണ് പോക്കും. അപ്പോൾ നല്ല ക്ഷീണമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അവർ കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കുകയൊക്കെ ചെയ്യുക. ചായയൊക്കെ എപ്പോഴാണ് കൊടുക്കാറ്. പിന്നെ അവർ മേലൊക്കെ കഴുകി വന്നിട്ട് അവർക്കുള്ള ചായയൊക്കെ കൊടുക്കട്ടെ, എല്ലാവർക്കും കൊടുക്കട്ടെ. ഞാൻ അയക്കട്ടെ. അപ്പോൾ അങ്ങനെ ചായ കുടിയും നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് അവിടെ ഇങ്ങനെ എല്ലാവരും ഓരോ ഡിസ്കഷനിലാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മുന്നതാത്തയും കാക്കയൊക്കെ പോയിട്ടോ. പിന്നെ ഞാൻ രാത്രി നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം 10:30 ആയപ്പോഴാണ് കേട്ടോ റൂം ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പകൽ സമയം നടക്കണില്ല. അപ്പോൾ എന്തായാലും രാത്രി ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് അതാണ് പണി. ഇപ്പോൾ റൂമിലുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് റീഅറേഞ്ച് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും മാറ്റിയിട്ട് നല്ലോണം ക്ലീൻ ചെയ്യാണ്. അപ്പോൾ പകലൊക്കെ ഒന്നെങ്കിൽ ഷെസിന് ക്ലാസ് ഉണ്ടാവും അല്ലെങ്കിൽ ഷെയ്സിന് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്തൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒഴിവ് ദിവസങ്ങളിലാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കലില്ല. അപ്പോൾ ഇന്ന് എന്തായാലും രാത്രി അത് ചെയ്തിട്ടേ കിടക്കുള്ളൂ എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ വിചാരിച്ച് വെച്ചാണ്. ഷെയ്സിന് റൂം റീഅറേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം. ഓന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം എൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്. ഓൻ്റെ സ്റ്റഡി ടേബിൾ എവിടെ വെക്കണത് എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇതിന് മുകളിൽ അവൻ്റെ സ്ലേറ്റ്, പെൻസില്, ക്രയോണ് ഒക്കെ ഷെയ്സും അതുപോലെ തന്നെ അസ്കർ ഖാൻ്റെ ബ്രദറിൻ്റെ മോന് ഷെൻസും കൂടെ കുറേ മുകൾക്ക് എറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കുകയാണ്. റാക്കിന് മുകളിലുള്ള പൊടികളൊക്കെ ആദ്യം നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് തുടച്ചെടുത്തു കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളുടെ റൂമിലേക്ക് തന്നെ ആ ഒരു പൊടിയൊക്കെ അവിടെ ഇവിടെയും പോയിട്ട് പറ്റി പിടിക്കും. പിന്നെ മറാലയൊക്കെ ചൂലുകൊണ്ടും ഒക്കെ ആയിട്ട് അങ്ങനെ തട്ടിയെടുത്തു. പിന്നെ ടേബിളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്.
കട്ടിലിനി നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറ്റുകയാണ്. അപ്പം അവിടേക്ക് നീക്കിയിട്ട് ആദ്യം ഒന്ന് തുടച്ചതിന് ശേഷം അങ്ങോട്ട് കബോർഡും കാര്യങ്ങളൊക്കെ നീക്കി വെക്കണം. റൂം ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് കുറേ ആയി. ഇങ്ങനെ തട്ടിക്കൊട്ടും എന്നല്ലാതെ തട്ടിക്കൊട്ടി അടിച്ചു വാരും എന്നല്ലാതെ കട്ടിലൊക്കെ സെയിം പൊസിഷനിലായിട്ട് കുറേ ദിവസമായിട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ ആയിട്ട് ഇങ്ങനെ ഒരു ബോറിങ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ മാറ്റിയിടുമ്പോഴാണ് നമുക്കൊരു നമ്മളുടെ മൈൻഡൊക്കെ ഒന്ന് നല്ലൊരു ഫ്രഷ് ആയിട്ട് തോന്നുക. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ റൂം റീഅറേഞ്ച് ചെയ്ത് വെക്കുന്നത്. പിന്നെ സമയമൊക്കെ ഒത്തുവരാത്തതുകൊണ്ട് അങ്ങനെ നീണ്ടു പോയതാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഏകദേശം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാനുള്ളൂ. പിന്നെ ഈ ഒരു ബെഡ് കം സോഫയാണ് കേട്ടോ ഇത് ഷേസക്കും ഷെസിനും നിലത്ത് കിടക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അധികം ക്വാളിറ്റി ഉള്ള സംഭവമൊന്നുമല്ല, എന്നാലും നമുക്ക് യൂസ്ഫുൾ ആണ്. കാരണം ആ ഒരു ബെഡ് നമ്മൾ നേർത്തി ഇട്ടിട്ട് അത് എവിടെയെങ്കിലും ഒന്ന് മൂലക്കിൽ മടക്കി വെക്കുമ്പം അതെനിക്കെന്തോ ഒരു ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് പകരമായിട്ട് നമ്മൾ വാങ്ങിച്ചതാണ് ഈ ഒരു ബെഡ് കം സോഫ. അതാകുമ്പം അവരെന്നെ നേർത്തിക്കോളും, അവരെന്നെ അത് മടക്കി വെച്ചും ചെയ്തോളും. ഷെയ്സ് കണ്ടോ, അവസാനം വരെ എൻ്റെ കൂടെ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ പൊടിയൊക്കെ തട്ടിയപ്പോൾ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ബെഡ്റൂമൊക്കെ ഏകദേശം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സമയം 12 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ബെഡ്റൂമൊക്കെ സെറ്റായി. ഇപ്പോൾ തന്നെ മനസ്സിനൊരു ആശ്വാസം കേട്ടോ, കിടക്കാനൊക്കെ നല്ലൊരു സന്തോഷം. അപ്പോൾ ഇനി നല്ലോണം കുളിച്ചിട്ടൊക്കെ ഒന്ന് കിടന്നുറങ്ങണം. അപ്പോൾ ഇത് അടുത്ത ദിവസം എടുത്തതാണ്. അപ്പോൾ ഞാൻ സെക്കൻഡ് ഡോസ് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഫസ്റ്റ് ഡോസ് എടുത്തിട്ട് സെക്കൻഡ് ഡോസിൻ്റെ സമയം കുറച്ച് മുന്നേ ആയിട്ടുണ്ട്. അപ്പം പല അസൗകര്യങ്ങൾ കാരണം എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പടിഞ്ഞാറ്റുമുറി ഹെൽത്ത് സെൻ്ററിലേക്കാണ് പോണത്. ഞങ്ങൾ ചെന്ന സമയത്ത് അധികം തിരക്കൊന്നുമില്ലായിരുന്നു. വേഗം തന്നെ എല്ലാം കാര്യങ്ങളും ചെയ്യാൻ പറ്റി. അങ്ങനെ വാക്സിനൊക്കെ എടുത്തു. അരമണിക്കൂർ അവിടെ ഇരിക്കണമല്ലോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. പിന്നെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം വൈകുന്നേരം കുട്ടികളുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ, മുണ്ടർമ്പ് വീട്ടിൽ പോവാണ്. അപ്പോൾ ഇതാ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. 2 ദിവസത്തിന് വേണ്ടിയിട്ടാണ്. ഏതായാലും അസ്കർക്കും ഇവിടെ ഉണ്ടാവില്ല. അസ്കർക്ക് ഒരു ട്രിപ്പ് പോവാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ. അപ്പോൾ എന്നെ അവിടെ ആക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. പിന്നെ ചെറിയൊരു ഷോപ്പിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് പോവാൻ. അപ്പോൾ പോണ വഴിയിൽ കാവുങ്ങൽ ബൈപ്പാസിൽ ചായമക്കാനി പറഞ്ഞിട്ടുള്ളൊരു ചായക്കടയുണ്ട്. അവിടെ നമ്മളെപ്പോഴും ചായയും കടിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തുന്നതാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ കടികളൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് ചായ കുടിക്കട്ടെ എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഷെയ്സിനെയും എൻ്റെ ബ്രദറിൻ്റെ ഓഫീസുണ്ട് ഇവിടെ അടുത്ത് തന്നെ. സബീനയുടെ ഹസ്ബൻഡില്ലേ, ആ ബ്രദറിൻ്റെ ഷെമീൻ കാക്കാൻ്റെ ഓഫീസുണ്ട് ഇവിടെ അടുത്ത് തന്നെ. ഈ കാവുങ്ങൽ ബൈപ്പാസ് തന്നെയാണ് കേട്ടോ. അപ്പം ഷെയ്സിനെ അവിടെ നിർത്തിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഷെയ്സൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പം അവരവിടെ ഇറക്കാൻ വിചാരിച്ചു. ഇപ്പോൾ കാവുങ്ങൽ മുണ്ടുപറമ്പ് ബൈപ്പാസിലാണ് അവൻ്റെ ഓഫീസും. അപ്പോൾ കുറേ പേര് ചോദിക്കലുണ്ട്, കാക്ക ഇവിടെ നാട്ടിൽ വന്നിട്ട് എന്താ ചെയ്യണതെന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ അവൻ്റെ ഓഫീസും കൂടെ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് അവരുടെ ഓഫീസ്. കാക്കയും അതുപോലെ തന്നെ ഫ്രണ്ട് അനീസ് എന്നാ പേര്, അനീസും കൂടെ തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അവരുടെ ഓഫീസിൽ പോണത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്.
അപ്പോൾ ഇവർ അടുത്താണ് കേട്ടോ ഇപ്പോൾ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുന്നേ ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, വർക്കൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ആർക്കിടെക്ചറൽ ഡിസൈൻ, സ്ട്രക്ചറൽ ഡിസൈൻ, 3D വിഷ്വലൈസേഷൻ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാലുവേഷൻ, എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ പ്ലാൻ എസ്റ്റിമേറ്റ്, സൂപ്പർവിഷൻ, പ്രൊജക്ട് മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷെയ്സിനെ അവിടെ കാക്കാൻ്റെ ഓഫീസിൽ നിർത്തി പോന്നു. കാക്കനി വീട്ടിലേക്ക് പോകുമ്പോൾ അങ്ങനെ കൊണ്ടുപോയിക്കോളും. അപ്പോൾ നമ്മളിവിടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്, ഷേസൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളടുത്ത് ഓഫർ കൂപ്പൺ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ അത് ആ ഒരു ഓഫറിൽ ഡ്രസ്സ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. ഏതായാലും ഷേസൊക്കെ ഡ്രസ്സ് എടുക്കാനിരിക്കുകയാണ്. അപ്പോൾ അന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഷേസ് എല്ലാം ട്രയലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ബില്ലിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾ അവിടെ ഇറക്കി തന്നിട്ട് അസ്കരൊക്കെ തിരിച്ചു പോയിട്ട്, അസ്കരൊക്കെ പിറ്റേ ദിവസം രാവിലെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ട്രിപ്പ് പോവാണ്. അപ്പോൾ എനിക്ക് വാക്സിൻ എടുത്തിട്ട് ചെറിയ പനിയും അതുപോലെ തന്നെ കൈവേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു, പിന്നെ എടുക്കാനുള്ളൊരു മൂഡൊന്നും വന്നില്ല. അപ്പോൾ ഇതാ രാവിലെ ഉമ്മ അവിടെ വെള്ളപ്പവും കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. വീട്ടിൽ നിന്നുള്ള വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഉമ്മാൻ്റെ അടിപൊളി വെള്ളപ്പവും സ്റ്റൂ ഒക്കെ കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ.